നമുക്കൊരു ധനസമ്പാദന ശേഷി അളക്കാനുള്ള ടെസ്റ്റ് ചെയ്താലോ? ഞാൻ നിങ്ങൾക്ക് 5 സെക്കൻഡ് സമയം തരാം. അതിനു മുമ്പായിട്ട് ഒന്ന് ബ്രീത്ത് ഒക്കെ എടുത്ത് റിലാക്സ് ആകുക. 1,00,000 രൂപ മനസ്സ് സങ്കല്പിക്കുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 1, 2, 3, 4 and 5. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നത് 500-ന് 2 കെട്ട് നോട്ടുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസിൽ 1,00,000 റുപ്പീസ്, അല്ലെങ്കിൽ 1 കഴിഞ്ഞ് ഒരു 5 പൂജ്യമുള്ള ഒരു ഫിഗർ. ഇതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങളൊരു കാറ്റഗറി 1-ലുള്ള ഒരാളാണ്. മറിച്ച് നിങ്ങൾ ചിന്തിച്ചത് 1,00,000 നിങ്ങളുടെ കയ്യിലേക്ക് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. 1,00,000 നിങ്ങളുടെ കയ്യിലേക്ക് വരാനായിട്ട് നിങ്ങൾ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കണം, ഇതിനെക്കുറിച്ചൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ചതെങ്കിൽ നിങ്ങൾ കാറ്റഗറി 2-ലാണ്. നിങ്ങൾക്ക് പണത്തിൻ്റെ കോൺസെപ്റ്റ് അറിയാം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പണത്തിൻ്റെ കോൺസെപ്റ്റ് അറിയാവുന്ന ആൾക്കാർക്ക് മാത്രമേ പണത്തെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ അതിൻ്റെ പ്രധാന റീസൺ നിങ്ങളുടെ ചിന്താഗതിയുടെ കുഴപ്പമാണ്. നിങ്ങൾ കാറ്റഗറി 1-ൽ ചിന്തിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ പണമില്ലാത്തത്. കാരണം കാറ്റഗറി 2-ൽ ചിന്തിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ പണം സമ്പാദിക്കാനുള്ള പല പല ആശയങ്ങൾ ലഭിക്കുകയുള്ളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് എന്താണ് ധനം എന്നുള്ളതിനെ കുറിച്ചാണ്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.